കൊച്ചി ഡൽഹി എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാർ മൂലം പുറപ്പെടാൻ വൈകി. 10:35 പുറപ്പെടേണ്ട വിമാനം 2:27 പുറപ്പെട്ടത്. അസ്വാഭാവികതകൾ ഒന്നുമില്ല എന്ന് സിയാൽ അറിയിച്ചു. റിയ ബേബി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിയ, എന്തായാലും ഈ എയർ ഇന്ത്യ വിമാനം ഇങ്ങനെ അടിക്കടി സാങ്കേതിക തകരാർ ഉണ്ടാകുന്നു, അങ്ങനെ യാത്ര നീട്ടിവെക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നതിൽ വലിയ ആശങ്കയുണ്ട്. എന്തായാലും ഇപ്പോൾ വിമാനം 2:27 പുറപ്പെട്ടു അല്ലേ? ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിരുന്ന വിമാനമാണ്. ഹൈബിയുടെ എംപി അടക്കം ആ വിമാനത്തിലുണ്ടായിരുന്നു. എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടിട്ടില്ല. അത് തെന്നി മാറുന്നതായി സംശയം തോന്നി. അസ്വാഭാവികമായി ചിലത് അനുഭവപ്പെട്ടു എന്നതായിരുന്നു ഹൈബിയുടെ എംപി ഇന്നലെ പോസ്റ്റ് ഇട്ടത്. അതിന് പിന്നാലെയാണ് ഈ വിമാനം ഇങ്ങനെ വൈകുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നത്. എയർപോർട്ട് അധികൃതർ അറിയിച്ചത് അത് സ്വാഭാവികമായി ഒന്നുമില്ല, മറ്റൊരു വിമാനം ഏർപ്പെടുത്തുമെന്നായിരുന്നു. ഇപ്പോ 2:37 പകരം വിമാനം യാത്രക്കാർക്കായി ഏർപ്പെടുത്തിയത്. ഏതാണ്ട് 10:45 കൂടി നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമായിരുന്നു. അതിന് പകരം 2:36 കൂടി പകരം വിമാനം യാത്രക്കാർക്കായി ഡൽഹിയിലേക്ക് ക്രമീകരിക്കുകയായിരുന്നു. എന്തായാലും ഒരു വിശദമായ കുറിപ്പ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പ്രാഥമികമായി ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇന്നലെ എയർ ഇന്ത്യ അധികൃതർ വിശദീകരിച്ചത് വലിയ ആശങ്കപ്പെടേണ്ട പ്രശ്നങ്ങളല്ല എന്നുള്ളതാണ്. പക്ഷെ യാത്രക്കാരടക്കം പങ്കുവെച്ചത് മറിച്ചൊരു തരത്തിലായിരുന്നു. എന്തായാലും പകരം വിമാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിക്കടി ഇത്തരം ആശങ്കകൾ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക വിശദീകരണം എയർ ഇന്ത്യയിൽ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ.